ഹലോ, അസ്സാം വലൈക്കും. ഇതാണ് മുണ്ടക്കയം. നമ്മുടെ മുണ്ടക്കയത്ത് നിന്ന് കോരുത്തോട് വരെ പോയാലോ? സ്കൂൾ കുട്ടികൾ അടിപൊളിയാട്ടോ. ഞാൻ ആക്ച്വലി മുണ്ടക്കയത്ത് വന്നിട്ട് ഒരുപാട് വർഷമായി. പക്ഷേ മുണ്ടക്കയത്ത് തന്നെയുള്ള സ്ഥലങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു പതുക്കെ പതുക്കെ ഓരോ സ്ഥലങ്ങളൊക്കെ ഒന്ന് അറിയാമെന്ന്. ആരാരും മനസ്സിൽ ഒരിക്കലും ഇങ്ങനെ ടൂ വീലറിലേ നമുക്ക് ഇങ്ങനെ പോകാനായിട്ട് നല്ല രസമാണ്. കാരണം നമുക്കിങ്ങനെ ഓരോ സ്ഥലങ്ങൾ കാണാനും പിന്നെ ആ ഒരു പ്രകൃതിയുടെ ഒരു ഭംഗി ആസ്വദിക്കാനും ഒക്കെ നന്നായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലത്തേക്ക് നമ്മൾ മടി പിടിക്കരുത്, പോകണം. എന്നിട്ട് ആ സ്ഥലമൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റണം. ചെറിയൊരു സ്പേസ് ആണെങ്കിൽ പോലും ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ ഇപ്പോഴേ പറ്റൂ എന്ന് വിചാരിക്കാം. പിന്നത്തേക്ക് ആരും വെക്കരുത്. അത്രയ്ക്കും രസമാണ് ഇങ്ങനെയൊക്കെ നമ്മൾ സ്ഥലങ്ങൾ കാണാൻ ഇറങ്ങുന്നത്. അവ്വാറ് നോക്കിനാം എவ்வாறு നാനുവേ കണ്ണാടി മുന്നിൽ പാർത്ത് കൊണ്ടേ മലരേ പ്രഭാകിരണം സുഗന്ധം മരന്തം. ഞങ്ങള് കോരിത്തോട്, എന്താണ് ഈ സ്ഥലത്തിന്റെ പേര്? കണ്ടങ്കയം. ഒരു ചിറകിൽ മഴവില്ല വിളിക്കും മനസ്സേ ശുക്രിയ ശുക്രിയ. ഞങ്ങൾക്ക് ആക്ച്വലി ഈ സ്ഥലം അറിയില്ലായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഓട്ടോ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പം ആ ചേട്ടനാ പറഞ്ഞേ ഇങ്ങനൊരു സ്ഥലമുണ്ട് നല്ലതാണ്. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. പെട്ടെന്ന് കണ്ടിട്ട് പോകാൻ പറ്റുന്ന സ്ഥലം നോക്കി വന്നു. വാവ്, മാഷാ അല്ലാ, നല്ല രസം, അടിപൊളി സ്ഥലം കേട്ടോ.